بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും ആഫിയത്തും നൽകട്ടെ. നമ്മളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മറ്റുള്ള എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 236 അൽ-ബഖറ സൂറത്തിൽ നിന്നുള്ള 21-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. ഏകദേശം 25 ആയത്തുകളോളം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 21-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി വെച്ചത്. യാ അയ്യുഹന്നാസേ, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. മനുഷ്യര് എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകൾക്കാണ് മനുഷ്യരെ എന്ന് പറയാതെ അവർക്ക് അറിയാവുന്നതാണ്. അവ മനുഷ്യരെ വിളിച്ചിട്ട് ഉദ്കുറു നിഅമത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്തുല്ലാഹിൽ ജലീല, അള്ളാഹുവിൻ്റെ മഹത്വമേറിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക, അതിന് നന്ദിയുള്ളവരാവുക എന്ന് അല്ലാഹു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിട്ട് പറയാണ്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. എങ്ങനെയുള്ള രക്ഷിതാവാണ് നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അങ്ങനെ സൃഷ്ടിച്ച് പരിപാലിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. മറ്റൊരു ഇലാഹുകളെ നിങ്ങൾ സ്വീകരിക്കരുത്. ശരിയായ തൗഹീദിൽ നിങ്ങൾ വിശ്വസിച്ച്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച്, ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം. ഇത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടവരാവാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും വിജയിച്ചവരാണ് അവർ. അള്ളാഹുവിൻ്റെ ആജ്ഞകളെ സ്വീകരിച്ച് ആജ്ഞകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ആ മുത്തഖീങ്ങളുടെ ഗ്രൂപ്പിൽ പെടാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. അപ്പം ഇനി ഇതിൻ്റെ തഫ്സീർ വായിക്കാം. യാ മാശറ ബനി ആദം ഉദ്കുറു നിഅമത്തുല്ലാഹിൽ ജലീല, മഹത്വമേറിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. മഹത്വമേറിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് മനുഷ്യവംശത്തിന് ചെയ്തിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ആവശ്യമാണ്. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സംരക്ഷണവും നിരീക്ഷണവും ആവശ്യമാണ്. നമ്മൾ ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. പിന്നെ ശരിയായ എയർ നമുക്ക് കിട്ടിയാലേ ശ്വാസോച്ഛ്വാസം ശരിയാവുള്ളൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ നിരീക്ഷണം, സംരക്ഷണം നമ്മൾക്കുണ്ടാവണം. അത് ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 60 70 അല്ലെങ്കിൽ 100 വർഷം വരേക്കുമാണ് ഒരാളുടെ കൂടിയ ഒരു നിലക്കുള്ള ജീവിതം. ഇവിടെ അപൂർവമായിട്ട് 100-ൽ എന്തെങ്കിലുമൊക്കെ കവിഞ്ഞ് ഇത് വരാം. 100 120 വയസ്സ് വരെയൊക്കെ ആരെങ്കിലും ജീവിച്ചെങ്കിൽ അത് അവരുടെ ആ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. അപ്പം അത്രയും കുറഞ്ഞ കാലഘട്ടമാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ഈ കാലഘട്ടം അത്രയും അല്ലാഹു നമുക്ക് കേൾവി തന്നു, കാഴ്ച തന്നു, പിന്നെ നമ്മൾക്ക് ഭക്ഷണം തന്നു. ഇതെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നേരം പോലും
അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു ചെയ്തു തരിക. അപ്പം ഇതെല്ലാം നമ്മൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ നിയമത്താണ് അതെല്ലാം. ഒരു ആളെ പറ്റി അള്ളാഹു എപ്പോഴും സംരക്ഷണത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ഒരു മഹത്വമേറിയ അനുഗ്രഹമാണല്ലോ. ഓരോന്നോരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മഹത്വമേറിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയണം, നിങ്ങൾ ഓർക്കണം. എന്നിട്ട് വാഴ്പതൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറൊരാൾക്കും ആരാധിക്കാൻ പാടില്ല. അല്ലതീ വാഴ്പതൂ റബ്ബക്കും ഉല്ലതീ റബ്ബാക്കും വൻഷാക്കും എല്ലാം തക്കൂന്ന് ചെയ്യാം. നിങ്ങൾ പറയപ്പെടാവുന്ന ഒരു വസ്തുവും അല്ലാത്ത സമയത്ത് അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു ഇത്തരം വരെ എത്തി. അപ്പൊ ഇതിനെല്ലാം അള്ളാഹുവിനെ അങ്ങനെയുള്ള അള്ളാഹുവിനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയും സൃഷ്ടിച്ചത് ഇങ്ങനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ തൗഹീദിൽ ഉറച്ചു നിന്ന് അവന് നന്ദിപൂർവം അവൻ ചെയ്ത നിഅമത്തുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവന് താഅത്ത് ചെയ്ത് ജീവിക്കുകയാണ് നിങ്ങൾക്ക് അനിവാര്യം. പിന്നെ അല്ലദീ ഔജദക്കും ബി ഖുദ്റത്തിഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ് ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ അള്ളാഹു ചെയ്തതിൽ? തക്കൂനൂ ഫീ സുംറത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പെടുവാൻ വേണ്ടി. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും വിജയം കൈവരിച്ചവരാണ്. സന്മാർഗത്തിലായിക്കൊണ്ട് ദുന്യാവിൽ ജീവിച്ചു, വലിയ വിജയമാണത്. അങ്ങനെ നിങ്ങൾ വിജയിച്ചു ആഖിറത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗം കിട്ടി, എല്ലാം കൂടി കിട്ടി. അങ്ങനെയുള്ള സ്ഥിതി വിഷയത്തിലാണ് നിങ്ങൾ ജീവിച്ചു വീട്ടിലും ജീവിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ പെടണം. അല്ലാഹു അതിനു വേണ്ടിയാണ് നിങ്ങളോട് ഉബ്ദൂ റബ്ബക്കും ഉല്ലദീ ഖലഖക്കും, നിങ്ങൾ ആരാധിക്കൂ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞത്. 22-ാമത്തെ ആയത്ത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും വലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു, ജഅല ലക്കും, നിങ്ങൾക്ക് അവൻ ഗുണകരമായി ആക്കി തന്നിരിക്കുന്നു അല്ലാതെ ഭൂമിയെ അവൻ നിങ്ങൾക്ക് ഫിറാഷൻ, ഒരു വിരിപ്പ് പോലെ ആക്കി തന്നു. വിരിപ്പിൽ നമ്മൾ ഇരിക്കുവാനും കിടക്കുവാനും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയാവുമല്ലോ വിരിപ്പ്. അങ്ങനെ വിരിപ്പ് മാതിരി ആക്കി തന്നു. ആ വിരിപ്പ് പോലെ ആക്കി തന്നു എന്ന് പറയുന്നത് ഭൂമിയുടെ ഗോളാകൃതിയെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിരിപ്പാക്കി തന്നു എന്ന് പറയുന്നത്. ഗോളാകൃതിയിൽ വരുന്ന ഭൂമിയിൽ ഇങ്ങനെ വിരിപ്പ് നമ്മൾ വിധാനിക്കുമ്പോൾ അത് വളരെ സൗകര്യപ്രദമായിട്ട് അതിൽ കിടക്കുവാനും ഇരിക്കുവാനും ഒക്കെ സൗകര്യം ഉണ്ടാവണമെങ്കിൽ അത് അതിൻ്റെ ഉപരിതലം വിസ്തൃതമായിരിക്കണം. അങ്ങനെ വിസ്തൃതമായ നിലയ്ക്ക് മനുഷ്യനിവിടെ ജീവിക്കുവാൻ ഉപയുക്തമാകുന്ന നിലയ്ക്ക് തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ ആകാശത്തെ അള്ളാഹു തആല ഒരു മേൽപ്പുരയായിട്ട് സൃഷ്ടിച്ചു എന്നാണ്. മേൽപ്പുര എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഭൂമിയുടെ ഒരു മേൽപ്പുരയായിട്ട് സൃഷ്ടിച്ചു, ബിനാഅൻ. അതുകൊണ്ട് ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ, പിന്നെ ആകാശത്തിലുള്ള മേഘങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി മാഅൻ, വെള്ളം മഴ പെയ്തുകൊണ്ട് നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നു. ആ ശുദ്ധജലം ഉപയോഗിച്ച് നമ്മൾ ജീവൻ നിലനിർത്തുന്നു. നമ്മളുടെ സസ്യാദികളുടെ അതല്ലെങ്കിൽ കാലികളുടെ ഒക്കെ ജീവിതം നിലനിർത്തുവാനും ജീവിതത്തിന് അനിവാര്യമായ ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ അനിവാര്യത നമ്മൾക്ക് ലഭ്യമാവുന്നത് ഈ വെള്ളത്തിലൂടെ. അപ്പം അത് നമ്മൾക്ക് സാധിക്കുന്നു. അങ്ങനെ
ഈ വെള്ളം കൊണ്ട് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു മിനസമറാത്തി പഴവർഗ്ഗങ്ങൾ. റിസ്ഖല്ലക്കും നിങ്ങളുടെ ഭക്ഷണമായിട്ടാണ് അങ്ങനെ അള്ളാഹു തആല ചെയ്തത്. അഖ്റജ ബിഹി മിനസമറാത്തി പഴവർഗ്ഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നു. റിസ്ഖല്ലക്കും നിങ്ങളുടെ ഭക്ഷണമായിട്ട്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ ആയതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആക്കരുത്, അൻദാദൻ കൂട്ടുകാരെ ആക്കരുത്. വഅൻതും തഅലമൂൻ നിങ്ങൾക്കറിയാം. അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ദൈവമായിട്ട് അംഗീകരിക്കുമ്പോൾ അവ നിങ്ങൾക്ക് യാതൊരു ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല. അവയൊന്നിനെയും സൃഷ്ടിക്കാൻ കഴിയില്ല, അവർ ഭക്ഷണം തരില്ല. ഇതൊക്കെ നിങ്ങൾക്കറിയാം. മറിച്ച് അള്ളാഹു ആണ് ഖാലിഖും റാസിഖും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഈ അറിയുന്നതിനോട് കൂടെ നിങ്ങൾ അള്ളാഹുവിന് കൂട്ടുകാരെയാക്കരുത്. ഇബാദത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പങ്കുകാരെ ഉണ്ടാക്കരുത്, ചേർക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. 23-ാമത്തെ ആയത്ത്. അപ്പൊ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്ത് അതിനെപ്പറ്റി എല്ലാം അള്ളാഹു ബനിയാദമിനെ അല്ലെങ്കിൽ മനുഷ്യരെ ഓർമ്മിപ്പിച്ചു. ഇനി അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഖുർആനിനെ പറ്റി അവർക്ക് ഒരു എതിർത്ത് സംസാരിക്കുന്ന ശൈലിയാണ് മക്ക മുശ്രിക്കീങ്ങൾക്ക്. ഖുർആനിനെ പറ്റി ഖുർആൻ മുഹമ്മദിൻ്റെ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് ഇത് ദൈവീകമല്ലെന്നും ഒക്കെയാണ് അവരുടെ വാദം. അപ്പം അങ്ങനെ ആ വാദം അനുസരിച്ച് അവരോട് ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിയാണ്, ഇവിടെ ഭീഷണിയുമുണ്ട്. നിങ്ങൾക്ക് വെല്ലുവിളി സ്വീകരിച്ച് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ആ അടുത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭീഷണിയാണ്. നിങ്ങൾ സൂക്ഷിച്ചോളെ, നരകശിക്ഷ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഖുർആനിന് അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ലെന്നും ദൈവികമല്ലെന്നും നിങ്ങൾ പറയുന്നത് ഖുർആനിനോടുള്ള പുച്ഛം കൊണ്ടാണ്. അതിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു അധ്യായം നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കി കൊണ്ടുവരും എന്ന് ഖുർആൻ വെല്ലുവിളിക്കുകയാണ് അവരോട്. 1500 വർഷങ്ങൾക്കിപ്പുറം ആ വെല്ലുവിളി നടപ്പിൽ വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ സാഹിത്യകാരന്മാരും മറ്റ് കഴിവുള്ള വ്യക്തികളുമായിരുന്നു. ജാഹിലീ കാലത്ത് ജീവിച്ചിരുന്ന അറബികൾ ഒരു കഴിവില്ലാത്തവർ, ഒരു വിവരമില്ലാത്തവർ എന്നല്ല അർത്ഥം. അവരുടെ ആചാരങ്ങൾ മനുഷ്യന് യോജിക്കാത്ത നിലക്കുള്ള ആചാരങ്ങളായിരുന്നു. അതിൻ്റെ പേരിൽ ആണ് അവർ ജാഹിലിയ കാലത്തെ പറ്റി നമുക്കൊരു മതിപ്പ് തോന്നാത്തത്. ജാഹിലിയ കാലം എന്ന് പറഞ്ഞാൽ അവർ ഒരു വിവരമില്ലാത്ത ആളുകളായിരുന്നു എന്നല്ല അർത്ഥം. അവർ വിദ്യാഭ്യാസം എന്നുള്ള ആളായിരുന്നു. വളരെയധികം സാഹിത്യത്തിൽ വലിയ കടന്ന നിലക്കുള്ള അറിവും പരിചയവും അവർക്കുണ്ടാവുകയാണെങ്കിൽ എഴുത്തും വായനയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വശമായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അവരുടെ ഭാഷയായ അറബിയിൽ അവർക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതാണ് ജാഹിലിയ്യ കാലം. ഈ സാഹിത്യപരമായി വലിയ കഴിവുള്ള ആളുകളോട് പറയാണ്, നിങ്ങൾ അതേപോലെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അവർ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിൽ ഏതായാലും അവർ വലിയ കഴിവുള്ളവരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ 23-ാമത്തെ ആയത്തിൽ ഇങ്ങനെയുള്ള വെല്ലുവിളിയും 24-ൽ ആ വെല്ലുവിളി സ്വീകരിച്ച് നടപ്പിലാക്കാത്തത് കൊണ്ട് അവർക്ക് ഭീഷണിയുമുണ്ട്. ഇതാണ് 24-ാമത്തെ ആയത്തിൽ പറയുന്നത്. 25-ാമത്തെ ആയത്ത് അതിനെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പം 23
إن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. വൈൻ കുന്തും നിങ്ങളാണെങ്കിൽ ഫി റൈബിൻ സംശയത്തിലാണെങ്കിൽ മിമ്മാ റസഖ്ന നാം മിമ്മാ നസ്സൽന നമ്മൾ ഇറക്കിക്കൊടുത്ത ഇതിനെ സംബന്ധിച്ച് ഇറക്കിക്കൊടുത്ത ഖുർആനിനെ സംബന്ധിച്ച് അലാ അബിദിന നമ്മളുടെ അബിദായ നമ്മളുടെ സർവൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയത്തിലാണ് നിങ്ങൾ എങ്കിൽ ഫൗതു നിങ്ങൾ കൊണ്ടുവരും സൂറത്തിൻ മിൻ മിസ്ലിഹി ഇതുപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരും. വദഉ നിങ്ങൾക്ക് മാത്രം കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹായികളെ വിളിച്ചോളെ. മിൻ ദൂനില്ലാഹി അല്ലാഹു അല്ലാത്ത ഖുർആനിനെ എതിർക്കുന്ന നിങ്ങളുടെ സഹായികളുണ്ടല്ലോ, അവര് നിങ്ങളുടെ ഈ ശ്രമത്തിനു വേണ്ടി നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ട് നിങ്ങൾ കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കുന്നാൽ എങ്കൊന്നും സാധിക്കും. നിങ്ങൾക്ക് അതിന് സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്താണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല ഇജാസുൽ ഖുർആന്റെ അമാനുഷിക ശക്തിയെ ആണ് ഇവിടെ ഉറപ്പിച്ച് സംസാരിക്കുന്നത്. ഇൻകുന്തും അയ്യുഹന്നാസ് മനുഷ്യരെ നിങ്ങളാണെങ്കിൽ ഫീ ശക്കും വർത്തിയാബിൻ സംശയത്തിലാണെങ്കിൽ മിൻ സിദ്ഖി ഹാദിൽ ഖുർആനി ഖുർആന്റെ സത്യസന്ധതയെ സംബന്ധിച്ച് അൽ മുഅ്ജിസി അമാനുഷികമായ ഈ ഖുർആനിൻ്റെ സത്യസന്ധതയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പൗത്തൂബി സൂറത്തിൻ മിസ്ലിഹി ഇതുപോലെയുള്ള ഒരു ഖുർആനെ നിങ്ങൾ കൊണ്ടുവരണം. നമ്മളുടെ അബദായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ ഖുർആൻ ഇത് ദൈവികമാണ്, ഇത് മനുഷ്യനിർമ്മിതമല്ല എന്നുള്ള കാര്യമാണ് ഈ ഖുർആൻ ആകമാനം പരിശോധിച്ചാൽ അറിയാൻ കഴിയുക. അതല്ലാത്ത നിലക്ക് നിങ്ങൾക്ക് സംശയം വല്ലതുണ്ടെങ്കിൽ ഇത് ഖുർആൻ ദൈവികമാണോ, ഇത് മുഹമ്മദിൻ്റെ സൃഷ്ടിയല്ലേ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതുപോലുള്ളൊരു ഖുർആനെ നിങ്ങൾ ഒരു ആയത്തിന് ഒരു സൂറത്തിനെങ്കിലും അധ്യായത്തിനെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ടല്ലോ, ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ട് ദുഷ്പ്രചരണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ സഹായികളുണ്ട്. അവരെ നിങ്ങൾ വിളിച്ചോളെ. ഈ സഹായികൾ അല്ലാത്ത മറ്റുള്ള സഹായികളാണ്, അവരെ നിങ്ങൾ വിളിച്ചോളെ. ബൈലാവി ഇവിടെ പറയുന്ന മീനിങ് പറയാം. മൻഹദറക്കും റജൗത്തും മാഊനത്തത് നിങ്ങൾ ഖുർആൻ എതിർക്കുന്ന ആളുകളെ നിങ്ങൾ വിളിച്ചോളെ, അവരുടെ സഹായം നിങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തോളൂ. ഇൻസിക്കും ജിന്നിക്കും നിങ്ങളുടെ മനുഷ്യവർഗത്തിൽപ്പെട്ടയും ജിന്നുവംശത്തിൽപ്പെട്ടയും നിങ്ങളുടെ ഇലാഹുകളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുന്ന അല്ലാത്ത ഇലാഹുകളെ ദൈവങ്ങളെയും വിളിച്ച് നിങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ നിങ്ങൾക്ക് സഹായം ഒരിക്കലും കിട്ടുകയില്ല. ഇതുപോലൊരു ഖുർആനെ കൊണ്ടുവരാൻ അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ആ അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൈവികമാണ് ഖുർആൻ എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അതല്ലാത്ത ഒന്നും നിങ്ങൾക്ക് അവിടെ നടക്കാവും. 24-ാമത്തെ സൂറത്ത് ആയത്ത് فإن تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة وعدت للكافرين. وإن لم تفعلوا നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ വേറൊരു അധ്യായം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭീഷണിയാണ് അടുത്ത ആയത്ത്. വഇൻ ലം തഫഅലു നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ
ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഖുർആനെ ഒരു ഒരു സൂറത്തിനെ അധ്യായത്തെ നിങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായികൾ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ചോളും. ഖുർആൻ എതിർക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ സഹായികളായിട്ട് പലരുണ്ടല്ലോ. ഇൻസാവട്ടെ, ജിന്നാവട്ടെ, നിങ്ങളുടെ ദൈവങ്ങളാവട്ടെ, ഇവരിൽ ആര് വേണമെങ്കിലും നിങ്ങൾ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അത് നടപ്പിൽ വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വെല്ലുവിളി ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞു. വെല്ലുവിളി നിങ്ങൾക്ക് പ്രായോഗികമാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെല്ലം തഫലൂ, നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ വലം തഫലൂ, നിങ്ങൾക്കത് കഴിയില്ല. അതിന് കഴിയില്ല എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഇത് നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അത് കഴിയുന്നത് ആർക്കാ കഴിയുക എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രമേ അതിന് കഴിയുള്ളൂ. ആ അള്ളാഹു ആണ് നിങ്ങളോട് പറയുന്നത്, ഈ വെല്ലുവിളി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തണം. അതിന് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ, അതാണ് ഈ ഇല്ലം തഫലു വലം തഫലു എന്ന് പറഞ്ഞ ആ ജുംല ഒരു മുഅത്തരിദായ ജുംലയാണ്. നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ള പിന്നെ പറയേണ്ടത്. അതിൻ്റെ ഇടയ്ക്കൊരു ജുംല പറഞ്ഞു, വലം തഫലു, നിങ്ങൾക്കതിന് കഴിയില്ല, ഷുവറാണ്, ഒരിക്കലും നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഇല്ലം തഫലു, നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹ അന്നാസു വൽ ഹിജാറ, ഫത്തഖുന്നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലത്തി, എങ്ങനെയുള്ള നരകം? അല്ലത്തി, എങ്ങനെയുള്ള നരകമാണ്? വഖൂദുഹ അന്നാസു, അതിലുള്ള ഇന്ധനം. അന്നാസു, മനുഷ്യരും, വൽ ഹിജാറത്തു, കല്ലുകളുമാണ്. മനുഷ്യനും കല്ലും കത്തിച്ചിട്ടാണ് നരകം കത്തിജ്വലിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആർക്ക് വേണ്ടിയാ? ഇദ്ദത്ത് അതിന് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീന, അവിശ്വാസികളായ ആളുകൾ. ഈ ഖുർആനെ എതിർക്കുകയും പിന്നെ ഖുർആനെ പറ്റി അനാവശ്യമായ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്ത് നബിയെയും സഹാബത്തിനെയും നബിയുടെ ദൗത്യത്തെയും അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മുശ്രിക്കുകൾ ഉൾപ്പെടെയുള്ള ഇന്ന് കാണുന്ന പല വിശ്വാസികളും അവിശ്വാസികളും ഈ നിലയിലുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്നും അത് നടക്കുന്നുണ്ട്. ഖുർആനെ പറ്റിയുള്ള ദുഷ്പ്രചരണങ്ങൾ. അത് ഇസ്ലാമിൻ്റെ നാമധേയത്തിലുള്ള ആളുകളുമുണ്ട്, അമുസ്ലിങ്ങളുമുണ്ട്. ഖുർആനിനെ നഖശിഖാന്തം എതിർക്കുന്ന മുസ്ലിം നാമധേയധാരികളുണ്ട്. അങ്ങനെ ഇത്രത്തോളം എതിർക്കുന്ന ഒരു വിഷയം ഇവിടെ ഭൂമുഖത്ത് വേറൊരു ബുക്കില്ല, വേറൊരു പുസ്തകമില്ല, വേറൊരു ആശയവുമില്ല. ഇസ്ലാമിൻ്റെ ആശയം പോലെ ഏറ്റവും എതിർക്കുന്ന വിധേയമാകുന്ന ഒരു പ്രസ്ഥാനവുമില്ല. ഒരു ബുക്ക് ഇങ്ങനെ ഇത്രയും വിമർശന വിധേയമായ ഒരു പുസ്തകവുമില്ല ഖുർആനെ പോലെ. അപ്പോൾ എല്ലാ നിലയിലും ഖുർആനിനെ എതിർക്കും. ഈ എതിർക്കുന്നത് അല്ലാഹു നേരിട്ട് തന്നെ ഇവരോട് വെല്ലുവിളിച്ചതാണ്. എത്ര വർഷം മുമ്പ്? 1500 വർഷങ്ങൾക്കിപ്പുറം. ഈ വെല്ലുവിളി പ്രായോഗികമാക്കാൻ അറേബ്യയിലുള്ള അറബി ഭാഷ നന്നായി അറിയുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. അത്തരം ആളുകൾ ഇന്നില്ല, ഭൂമുഖത്തില്ല. അറബി അറിയുന്നവരും അല്ലാത്തവരുമില്ല. അപ്പോൾ അന്ന് നടപ്പാവാത്ത കാര്യം ഇനി ഒരു കാലത്തും നടപ്പാവില്ല. ഇന്നും അറബികൾ, നല്ല കഴിവുള്ള ആളുകൾ അറേബ്യയിൽ ജീവിക്കുന്നുണ്ട്. അറേബ്യയിൽ ജീവിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രത്തിൽ മാത്രമല്ല, മക്ക ഉൾപ്പെട്ട സൗദിയിൽ മാത്രമല്ല, അതുപോലെ അറബി നാടുകൾ കുറേ കണ്ടമാനം നാടുകളുണ്ട്. ഈ അറബി നാടുകളിലുള്ള ആളുകൾക്കും അറബി ഭാഷയിൽ നല്ല പരിജ്ഞാനമുള്ളവരാണ്. ഇവർക്കും സാധിക്കുകയില്ല, ഒരിക്കലും സാധിച്ചിട്ടുമില്ല.
അതിൻ്റെ പേരിൽ ഇവരോട് പറയുന്നത്, നിങ്ങൾ ഇതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോളെ. നരകം എന്ന് പറയുന്നത് മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ് നരകം എന്ന് പറയുന്നത്. അത് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള അവിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്നാണ് 25-ാമത്തെ ആയത്ത്. ബശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ബശിരില്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ സന്തോഷം അറിയിക്കണം. 25-ാമത്തെ ആയത്ത്. ബശിരില്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ സന്തോഷം അറിയിക്കുക. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത സത്യവിശ്വാസികളെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത് അന്നലഹും ജന്നാത്തിൻ, തീർച്ചയായും അവർക്കുണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കണം. തജ്രി മിൻ തഹ്തിഹാ, അതിലുള്ള മാളികകളുടെ താഴ്വാരത്തിലൂടെ, തജ്രി മിൻ തഹ്തിഹാ, അതിലുള്ള മാളികയുടെ താഴ്വാരത്തിലൂടെ സഞ്ചരിക്കുന്നു, ഒഴുകുന്നു, അല്ലൻഹാറു, നദികൾ ഒഴുകുന്നു. അങ്ങനെയുള്ള തോപ്പുകളാണുള്ളത്. അവിടെ വെച്ച് അവർക്ക് ഭക്ഷണം നൽകപ്പെടുമ്പോൾ കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖ, അവർക്ക് ഭക്ഷണമായിട്ട് പഴവർഗ്ഗങ്ങൾ നൽകപ്പെടുമ്പോൾ അവർ പറയും, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ, ഹാദല്ലദീ റുസിഖ്നാ, ഇതല്ലേ ഞങ്ങൾക്ക് മുമ്പ് തരപ്പെട്ടത്, മിൻ ഖബൽ, മുമ്പ് തരപ്പെട്ട സാധനങ്ങളാണല്ലോ ഇതെല്ലാം എന്നവർ പറയും. കാരണം കാഴ്ചക്ക് ആ തന്ന സാധനം തന്നെയാണെന്ന് തോന്നിപ്പോകും. അതിൻ്റെ നിറവും നിറവും മറ്റുള്ള കാണപ്പെടുന്ന പുറമേക്ക് കാണുമ്പോൾ തോന്നുന്നതിനേക്കാൾ അത് മുമ്പ് തന്ന പഴം തന്നെയാണെന്ന് അവർക്ക് തോന്നിപ്പോകും. ഉക്തൂബിഹി മുത്തശാബിഹ, ഇത് പരസ്പരം സാദൃശ്യമുള്ള നിലയ്ക്കാണ് അവർക്ക് നൽകപ്പെട്ടത്. അത് കാഴ്ചയ്ക്ക് ഇത് സാദൃശ്യമുള്ള സാധനമാണ്, അതേ സെയിം സാധനമാണ് എനിക്ക് മുമ്പ് തന്നിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും. അവർക്ക് നൽകപ്പെടുമ്പോൾ അവർ പറയുന്നതിനെ ഇത് ഞങ്ങൾക്ക് മുമ്പ് തന്നത് തന്നെയാണല്ലോ എന്ന്. എന്നാൽ അതിൽ രുചി വ്യത്യാസമുണ്ടായിരിക്കും. അവർ ഭക്ഷിച്ചു നോക്കിയാൽ ഇത് വേറെ പഴമാണെന്ന് അവർക്ക് ബോധ്യമാവും. പിന്നെ അപ്പം അങ്ങനെയാണ് അവിടെ നമ്മൾക്ക് തരുന്ന ഭക്ഷണ സാധനങ്ങളെ സംബന്ധിച്ച് തന്നെ നമ്മൾക്ക് തോന്നിപ്പോവും സെയിം സാധനമാണ് മുമ്പ് തന്നത് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ രുചി വ്യത്യാസം വന്നപ്പോഴാണ് അത് വേറെ പഴമാണ്, മറ്റുള്ള ഇതിൽപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ അവർക്ക് ഫലവും അവർക്കുണ്ട് ഫിഹാ, സ്വർഗത്തിൽ സ്വർഗീയ നിഅമത്തുകൾ 1-2 ഇവിടെ പറഞ്ഞതാണ്. ഭക്ഷണമായിട്ട് പഴങ്ങൾ നൽകുമ്പോൾ അവർ പറഞ്ഞു പോകും ഇങ്ങനെ എന്നത് ഈ സ്വർഗീയ നിയമത്തിൻ്റെ ഒരു ഐറ്റം പറഞ്ഞതാണ്, അല്ലാതെ ആകമാനം പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞ് ഉൾക്കൊള്ളുന്ന വിധത്തിൽ പറഞ്ഞ് ധരിപ്പിക്കുവാൻ ഈ ദുന്യാവിൽ കഴിയില്ല, അള്ളാഹ്ക്ക് കഴിയില്ല എന്നല്ല പറഞ്ഞത്. ദുന്യാവിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സ്വർഗീയ നിയമത്തുകൾ എന്ന് പറഞ്ഞാൽ മാല ഐനും റാത്ത് വലാ ഉദുനും സമയത്ത് വലാ ഖത്തറ ഫീ ഖൽബി ബശരിൻ. ഇങ്ങനെയാണ് സ്വർഗീയ നിയമത്തുകളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. കേൾവികളൊന്നും കേൾക്കാത്ത, ചെവിടുകളൊന്നും കേൾക്കാത്ത, കണ്ണുകളൊന്നും കാണാത്ത, മനുഷ്യഹൃദയത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കാത്ത നിയമത്തുകളാണ് എന്നാണ്. ഇങ്ങനെയാണ് സ്വർഗീയ നിയമത്തുകളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ? എളുപ്പത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ രംഗം. അതിൻ്റെ പേരിൽ ഇവിടെ സ്വർഗീയ ഭക്ഷണത്തെ സംബന്ധിച്ച് ഒരൈറ്റം പറഞ്ഞു. ഇനി അവിടെയുള്ള ഇണകളെ സംബന്ധിച്ച് പറയും. ഫീഹാ അസ്വാജും മുതഹറത്തുൻ, പരിശുദ്ധമതികളായ ഇണകൾ ഉണ്ട്.
വലഹും അവർക്കുണ്ട് ആ സ്വർഗവാസികൾക്ക് ഫിഹാ സ്വർഗത്തിലുള്ള സ്വാദും മുത്തഹറത്തും പരിശുദ്ധമതികളായ ഭാര്യമാരുണ്ട്. വഹും ഫിഹാ ഖാലിദൂൻ അവര് ആ സ്വർഗത്തിൽ എന്നും ജീവിക്കുന്നവരാണ്. അപ്പോൾ പരിശുദ്ധമതികളായ ഭാര്യമാര് എന്ന് പറഞ്ഞത് ഹൈദ് നിഫാസ് പോലെയുള്ള ഈ കാര്യങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. അതിനാസ് എന്തെങ്കിലും മഴക്കുകളോ അതല്ലെങ്കിൽ അഖദാറ് പോലെയുള്ള ഒരു ശുചീകരണം നടത്തേണ്ട വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല. ഹൈദ് നിഫാസ് അല്ലാത്ത വേറെ ഏതെങ്കിലും കാര്യങ്ങൾ. പിന്നെ മലമൂത്ര വിസർജനം, വിസർജ്യ വസ്തുക്കൾ തന്നെ ഇല്ലാത്ത അവര് സ്വർഗീയ ന്യാമത്തുകൾ ആസ്വദിച്ച് സ്വർഗവാസികൾ ജീവിക്കുന്ന സ്വർഗവാസികൾ അവർക്ക് എന്തിനു പറയുന്നു, മൂക്കിൽ നിന്ന് വരുന്ന പിന്നെ മൂക്കിൽ നിന്ന് വരുന്ന വിസർജ്യ സാധനം അതുപോലും ഉണ്ടാവില്ല എന്നാണ് തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അസുവാജിനെ പറ്റി പറഞ്ഞത്? പരിശുദ്ധമതികളായ സ്ത്രീകളും ഭാര്യമാരും ഉണ്ട്. ഭാര്യമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുന്യാവിലുള്ള മോമിനത്തായ സ്ത്രീകൾ ഇവര് മരിച്ചു ചെന്ന ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഇവര് ഖിയാമത്ത് നാളിൽ ഏറ്റവും സൗന്ദര്യവതികളായിരിക്കും ആഖിറത്തിൽ എന്നാണ്. ഹൂറല്ലൈംഗളേക്കാൾ, ഹൂറല്ലൈംഗൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആഖിറത്തിൽ പടച്ചു വെച്ച സ്ത്രീകളാണ്. അവര് ഏറ്റവും സൗന്ദര്യവതികളായ നിലയ്ക്ക് പടച്ചു വെച്ചത്. ഇവരെക്കാൾ സൗന്ദര്യവതികളാവും ദുന്യാവിലെ മോമിനത്തായ സ്ത്രീകൾ, സജ്ജനങ്ങളായ സ്ത്രീകൾ എന്നാണ് ഇതിലുള്ളത്. കാല തആല ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ വജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബാ. അല്ലാഹു തആല ഇവരെ സൃഷ്ടിച്ചു. ആരെ? ഈ ദുനിയാവിലുള്ള സ്ത്രീകളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ബിക്റുകളാക്കി, കന്യകകളാക്കി, വെളുത്ത സ്ത്രീകളാക്കി. അത്റാബ വയസ്സൊത്ത സ്ത്രീകൾ. അപ്പോൾ വയസ്സിൽ മാറ്റം ഉണ്ടാവില്ല, വെളുത്ത സ്ത്രീകളായിരിക്കും. എന്തായിരുന്നാലും സ്ത്രീകൾ ഏറ്റവും അജ്മലായിരിക്കും, ഏറ്റവും സൗന്ദര്യവതികളായിരിക്കും അവിടെ ഹൂറുല്ലൈംഗളെ അപേക്ഷിച്ച്. ഹൂറുല്ലൈംഗൾ എന്ന് പറഞ്ഞാൽ വളരെ സൗന്ദര്യവതികളായ സ്ത്രീകൾ. അവരെക്കാൾ സൗന്ദര്യവതികളായിരിക്കും ദുന്യാവിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനത്തായ സജ്ജന സ്ത്രീകൾ. അവരെക്കാൾ കവച്ചു വെക്കുന്ന നിലക്കുള്ള സൗന്ദര്യമായിരിക്കും എന്നുള്ള ആൾക്കാരെ പറയാം. അപ്പോൾ ഇതിപ്പോൾ 25 ആയത്തുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ലഭ്യമാവാത്തവർക്ക് ലഭ്യമാവുന്ന വിധത്തിൽ അവർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങൾ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യത്തിൽ ആരും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ സാധിക്കും. 236 വീഡിയോ ആയി ഇപ്പോൾ. ഇത് എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.